ഞാൻ 40 വർഷം കണ്ടു. ഓ 10 ദിവസം ഇവിടെ തങ്ങും. പിറ്റേന്ന് അമ്മ അകത്ത് കയറ്റി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് എൻ്റെ വീട് പാലോട്. അനുഭവം ഉണ്ട് എടുത്ത് പറയാനായിട്ടുണ്ട്. എനിക്ക് 3 മക്കള് തന്ന്. അപ്പോൾ പിന്നെ വീട്ടിൽ പ്രശ്നം, സ്ഥലം എഴുതി കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഭർത്താവും ഞാനും കൂടെ അവിടെ ചെന്നപ്പോൾ അമ്മ തരൂല്ല, ഇവിടെ വന്നപ്പോൾ എന്നെ കയറ്റൂല്ല. അങ്ങനെ ഞാൻ ആറ്റിക്കൊണ്ടുവന്ന് 3 മക്കളെ, 2 ആണും 1 പെൺകൊച്ചും. ഇളയ മോനും 1 വയസ്സ്, മോക്ക് 3, മൂത്തവന് 5. അപ്പം 3 മക്കളെ കെട്ടിട്ട് ഞാൻ ചാവണ എന്തിനാന്നും പറഞ്ഞ് അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന്. അന്ന് അമ്മ ഒരു വാടിട്ട വിഗ്രഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, കല്യാണ മണ്ഡപം ഒന്നുമില്ല. അങ്ങനെ പോറ്റി പറഞ്ഞ് പിന്നെ കൊല്ലരുത്, ഭക്ഷണം ഉടന്ന് തരും, തലമുറ കഴിയുമ്പോൾ അമ്മയുടെ കാര്യം നിറവേറ്റാനാണ് പിന്നെ മക്കളെ തരണത്. നിങ്ങൾ പാലോട്ട് കിടന്ന് ഇഞ്ഞ് കൊണ്ടുവന്ന് അമ്മ നിനക്ക് 3 അമ്മ പ്രേമിച്ച് തന്നൊന്നല്ലെങ്കിൽ കെട്ടിച്ച് വിട്ടതല്ലേ, മക്കളെ കൊല്ലാൻ പറ്റില്ല. 2 നേരത്തെ ഭക്ഷണം ഉടന്ന്, നേരത്തെ ചോറായിരുന്നാലും 51 കലമായിരുന്നാലും പിന്നെ ഇവിടെ വരുമ്പോൾ 2 നേരത്തെ ഭക്ഷണം തരാം. ഞാൻ പറഞ്ഞു പോറ്റി എനിക്ക് കിടക്കാൻ സ്ഥലമില്ല, ഒരു കൊച്ചുങ്ങൾക്ക് ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കാം, ലൈൻ പൈപ്പിലെ വെള്ളം കുടിക്കാൻ പോലും എൻ്റെ മാപ്പിളെ എൻ്റെ നാത്തൂനും ഒന്നും സമ്മതിക്കാതെ എന്നെ അടിച്ചിറക്കി. ഞാൻ മരിച്ചിട്ട് കുട്ടികളെ ഇട്ടിട്ട് എന്തിനാണ്, അതുകൊണ്ട് ഞാൻ പറ്റൂല എന്ന് പറഞ്ഞു. കൊടുക്ക പോറ്റി 20 രൂപ തന്നിട്ട് പറഞ്ഞ് ചാലക്കടയിൽ ചെന്ന് ബക്കറ്റും വാങ്ങിച്ച് 3 ഗ്ലാസും 3 ബ്രേസിയനും ഒക്കെ വാങ്ങിച്ച് ഭക്ഷണം ഇവിടെ നാളെ തരും അമ്മച്ചി പറഞ്ഞ് 20 രൂപ എടുത്ത് തന്ന്. പോറ്റി അന്ന് വെടിപ്പരേരാത്, അന്ന് സൈക്കിളാണ്, മുട്ടത്തറയുള്ളൊരു പോറ്റിയാണ്, സൈക്കിളാണ്. അപ്പോൾ പോറ്റി അതുവരെ വെടിപ്പരേര അവിടെ പോയിട്ട് വന്ന് പറഞ്ഞ് അമ്മ എനിക്ക് വിശ്വാസം വരണില്ല, അമ്മേൻ്റെ വിഗ്രഹത്തിൽ നോക്കി സത്യം ചെയ്യണം, ഞാൻ കൊച്ചുങ്ങളെ കൊല്ലൂല, അമ്മേരെ ഭക്ഷണം കൊണ്ട് അമ്മേരെ നടയിൽ നിന്ന് വളർത്താമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സത്യം പോറ്റി എന്നെ കൊണ്ട് 3 പ്രാവശ്യം അവിടെ സത്യം ചെയ്യിച്ച്, അമ്മേരെ വിഗ്രഹം വെളിയിരിപ്പുണ്ട്. അങ്ങനെ സത്യം ചെയ്യിച്ചു. എന്നിട്ട് അങ്ങ് പോയി. ഞാൻ ഇവിടെ 1 മണിയായപ്പോൾ എനിക്ക് ഉറക്കം വരണില്ല. 3 മക്കൾ പോറ്റി 2 പേപ്പർ എടുത്ത് 3 മക്കളെയും 2 പേപ്പർ എടുത്ത് വിരിച്ച് തന്ന് കിടത്തി ഉറക്കിയിട്ട് എനിക്ക് ഉറക്കം വരണില്ല. അപ്പം ഒരു കിളവിയ തടിയടിച്ച് വെള്ള റസിൽ വരണ്. അമ്മ വേഷം മാറി വന്നത്, അമ്മ വേഷം മാറിയത്. മക്കളെ നീ 5 മണിയായ തൊഴുവ ആള് വരുവുള്ളു, അതുവരെ മക്കൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന ഇവിടെ കള്ളുകുടിയന്മാരും ആവാസന്മാരും ഒക്കെയാണ്. മക്കൾ വാ, എൻ്റെ വീട്ടിൽ വാ, എനിക്ക് ഒരു ചെറ്റമാടമുണ്ട്, വേറെ ആരുമില്ല, മക്കൾക്ക് പേടിയുണ്ടല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയുണ്ട് അമ്മ, ഞാൻ ജീവിച്ചിരിക്കും, എൻ്റെ ഉയരുള്ള കാലം ജീവൻ പോകുന്നേരം ഒരുത്തരും വരില്ല. മക്കൾ വാ, 3 മക്കളെയും വിളിച്ചെടുക്കും. അന്ന് ഇതാണ് വഴി, ഇവിടെ മടന്തക്കാറ്. അപ്പോഴും പറഞ്ഞ് ഞാൻ മുമ്പേ ജനജന്തുക്കൾ കാണും, വടിയിടിച്ച് മുമ്പേ അവിടെ തെങ്ങും കോട്ടത്തിൽ ചെന്ന്, വയലല്ലേ തെങ്ങിൻ്റെ അവിടുത്തെ ചെന്നിട്ട് പറഞ്ഞു അതാണ് എൻ്റെ വീട്, ഞാൻ ഊര് ചുറ്റിയിട്ട് വന്നതാണ്, ഞാൻ ആറ്റി ഇറങ്ങി മുങ്ങിക്കുളിച്ച് ഡ്രസ്സ് മാറിയേ വരുള്ളൂ, മക്കൾ എന്നെ നോക്കരുത്, മക്കൾ സുഖമായിട്ട് അവിടെ കിടന്നു എന്ന് പറഞ്ഞ് കിടന്ന് ഇറ്റ് പോയ ആ കിളവിയെ കാണാനില്ല. പെട്ടെന്ന് പേടിയ അറ്റാമ്മ വേഷം മാറി വന്നത്, തടിയടിച്ച് തലമുടിയൊക്കെ കണ്ട് അങ്ങനെ വേഷം മാറി വന്നു. വെടിയാട്ടപ്പം ഞാൻ അതുവരെ ആണെന്ന് അറിഞ്ഞില്ല. വെടിയാട്ട് എഴിച്ചപ്പോഴത്തേക്ക് വീടുമില്ല, പന്തവും ഇല്ല, ഓലപ്പരയില്ല, ഒന്നുമില്ല, ഒരു തെങ്ങിൻ്റെ മൂട്ടിൽ. അപ്പോഴെനിക്ക് മനസ്സിലായി അമ്മ അപ്പോഴത്തേക്കുള്ള ഒരു വീട്. ഇപ്പം നമ്മൾ പാട്ടുകാരല്ലേ, ആദ്യം തന്നെ രൂപം 4 ചുറ്റും മറച്ചു. അപ്പം പിന്നെ ഞാൻ ആറ്റിലിറങ്ങി പടിക്കെട്ടിലിരുത്തി പിള്ളേരെ കുളിപ്പിച്ച് തലവത്താൻ തോർത്തൊന്നുമില്ല. ഞാൻ 5 രൂപയ്ക്ക് മണ്ണാത്തിരിയുന്ന ഒരു അലക്ക് സാരി മാറ്റി കൊടുത്തോണ്ടാണ് എനിക്ക് സ്ഥലം വയ്ക്കാൻ പാലോട്ട് പോയത്. ഞാൻ ആ സാരി മുങ്ങി കുളിച്ചിട്ട് അതോടെ ഈർപ്പം എനിക്ക് ഇങ്ങോട്ട് നടന്നതാണ്. ഇപ്പം പിള്ളേരെ തുണി നനച്ചില്ല, അവർക്ക് അത് പറക്കി ഇട്ട് കൊടുത്തു. ഞാൻ നനഞ്ഞു വന്നപ്പോൾ എനിക്കൊരു പേടി, അയ്യോ എന്നെ പ്രാന്തിയെന്നും പറഞ്ഞ് പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കുമോ എന്തോരെന്ന് പറയും. അതുവരെ പിന്നെ അപ്പുറം ആ മുക്ക് വരെ ഒന്ന് മറന്നക്കാട് ഒരു സൈക്കിൾ പോവാണ്. മക്കളെല്ലാം അമ്മയുടെ സഹായം, എനിക്കിപ്പോൾ 85 വയസ്സായി. അമ്മയുടെ സഹായം കൊണ്ട് 3 മക്കളും ചെറുമക്കളും എല്ലാം പിന്നെ നഷ്ടപ്പെട്ടു. അതിന് ഭർത്താവ് സ്ഥിതി അനുഭവിച്ച് കുറന്ന് അനുഭവിച്ച് ഞാൻ ഇവിടെ 10 ദിവസം കൂടെ വന്ന് അമ്മയുടെ നടയിരിക്കും.
അപ്പോൾ എന്നെ കെട്ടിച്ചുകൊണ്ട് വന്ന ഭർത്താവിൻ്റെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അവിടെയൊന്നും പോകില്ല. അവരെ ചെന്ന് ബുദ്ധിമുട്ടിക്കേണ്ടതിന് ഭർത്താവ് മരിച്ചിട്ട് 3 വർഷമായി. അതുകൊണ്ട് ഞാൻ ഇനി പൊങ്കാല കഴിഞ്ഞ് അമ്മേനെ അവിടെ ശാസ്താവിൻ്റെ അടുത്ത് പോവുമല്ലേ, പോയി പിറ്റേന്ന് ആനപ്പുറത്ത് വന്ന് അമ്മേനെ ഇറക്കി ഓട്ടപ്പിള്ളേരെ ശൂലങ്ങളെല്ലാം ഊരി കഞ്ഞിയും കുടിച്ചിട്ട് ഞാൻ ബുധനാഴ്ച പോവും.